ഹോസ്റ്റലേഴ്സിനും കൊച്ചുകുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് നമ്മുടെ ഉള്ള വെജീസ് എല്ലാം അതിൽ അരിഞ്ഞിടാം. ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളിയും ക്യാരറ്റും ആട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തോടേക്ക് പുഴുങ്ങിയ മുട്ട കുഞ്ഞു കുഞ്ഞായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് മയോണൈസാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മയോണൈസ് ഉണ്ടെങ്കിൽ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. അത്യാവശ്യമില്ല കേട്ടോ അത്. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. അവരൊക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പുറത്ത് പഴംപൊരിയൊക്കെ ഉമ്മിച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനൊരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെക്കുക. അതിനകത്തോട്ടേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ബ്രെഡ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കുള്ള ആവശ്യത്തിനുള്ള ബ്രെഡ് ഇട്ട് നല്ലവണ്ണം ഒന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മുരിച്ചെടുക്കുന്നതിന് കേട്ടോ. അങ്ങനെ ഇത്രയും ബ്രെഡാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ, അത് അതിൻ്റെ മണ്ടിലിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ബ്രെഡ് വെച്ചിട്ട് അതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ ഇതിനെ ഇതുപോലൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാം എടുത്ത് കഴിയുമ്പോൾ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി. അടിപൊളി ടേസ്റ്റ് ആട്ടോ.